അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ഈ നവമാധ്യമത്തിലൂടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട്, ദൈവത്തെ സ്തുതിപ്പാനായിട്ട് വലിയവനായിരിക്കുന്ന ദൈവം നമുക്ക് ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വിശുദ്ധാരാധന പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ആരാധനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഒരിക്കൽ കൂടി നവമാധ്യമത്തിലൂടെ അങ്ങ് ആരാധിപ്പാൻ നൽകിയ ആയുസ്സിനായിട്ടും ആരോഗ്യത്തിനായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ കൃപ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഒരുക്കുന്ന ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, അവിടുത്തെ റോഷിന്റെ മറവിൽ അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ മറയ്ക്കണം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാവരെയോട് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആരാധനയിലൂടെ അവിടുത്തെ ചൈതന്യം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ആശ്വാസവും വിടുതലും പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യവിടുന്നും അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കാൻ പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങളെ പൊതിയണം, സകലമാനോ മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ക്രിസ്തീയ ഗീതങ്ങളിൽ 352 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 352 ഗീതം ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലെ സത്യത്തിൽ നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞങ്ങളുടെ വായ നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യങ്കിലും എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ.
ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രത്തിനും ഭാഗ്യ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമാറുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ വെച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാതക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആയതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായിട്ട് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മുടെ ജീവിതയാത്രയിൽ വന്നു പോയിരിക്കുന്ന കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഏറ്റുപറയാം. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ വിചാരങ്ങളിലൊക്കെയും വന്നു പോയിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ കുറവുകളെയും കുറ്റങ്ങളെയും നമുക്ക് ദൈവങ്ങളിലേക്ക് സമ്പൂർണ്ണമായിട്ട് ഏറ്റുപറയാം. നമ്മുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ കഴുകി വെളുപ്പിക്കുമെന്ന് അരുളി ചെയ്തിരിക്കുന്ന സ്വർഗീയ നല്ല പിതാവിൻ്റെ അരുമസന്നിധിയിലാണ് നാം അടുത്തു വന്നിരിക്കുന്നത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന, നമ്മെ ഉള്ളതുപോലെ കാണുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കീഴിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരു നിമിഷം ദൈവസ്ഥനെ നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റുപറയാം. രണ്ടാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരായിത്തീരാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ പോലെ ഞങ്ങളെപ്പോലെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന്
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. എപ്പോഴും കരുണയുണ്ടാകി ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവോ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു എങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. 100-ാം സങ്കീർത്തനം നമുക്ക് വാക്യം പ്രതിവാക്യമായിട്ട് വായിക്കാം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലിൽ സ്തോത്രത്തോടും അവന്റെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയത്ത് ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. പഴയ നിയമം, സങ്കീർത്തനം, ലേഖനം, സുവിശേഷം എന്നീ ക്രമത്തിൽ ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ഈ സമയത്ത് ശ്രമിക്കാം. Today's first lesson is taken from Exodus chapter 3, verses from 1 to 12. Exodus chapter 3, verses from 1 to 12. One day, while Moses was taking care of the sheep and the goats of his father-in-law Jethro, the priest of Midian, he led the flock across the desert and came to Sinai, the holy mountain. There the angel of the Lord appeared to him as a flame coming from the middle of a bush. Moses saw that the bush was on fire, but that it was not burning up. This is strange, he thought. Why isn't the bush burning up? I will go closer and see. When the Lord saw that Moses was coming closer, he called to him from the middle of the bush and said, Moses, Moses. He answered, Yes, here I am. God said, Do not come any closer. Take off your sandals, because you are standing on holy ground. I am the God of your ancestors, the God of Abraham, Isaac, and Jacob. So Moses covered his face because he was afraid to look at God. Then the Lord said, I have seen how cruelly my people are being treated in Egypt. I have heard them cry out to be rescued from their slave drivers. I know all about their sufferings, and so I have come down to rescue them from the Egyptians and to bring them out of Egypt to a spacious land, one which is rich and fertile, and in which the Canaanites, the Hittites, the Amorites, the Perizzites, the Hivites, and the Jebusites now live. I have indeed heard the cry of my people, and I see how the Egyptians are oppressing them. Now I am sending you to the king of Egypt, so that you can lead my people out of his country. But Moses said to God, I am nobody. How can I go to the king and bring the Israelites out of Egypt? God answered, I will be with you, and when you bring the people out of Egypt, you will worship me on this mountain. That will be the proof that I have sent you. Here ends the first lesson. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 111 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലെ സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവർത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയുമാകുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. യഹോവ കൃപയും കരുണയുള്ളവൻ തന്നെ. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു. അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. ജാതികളുടെ അവകാശം അവൻ സ്വജനത്തിന് കൊടുത്തതിൽ അവന്റെ പ്രവൃത്തികളുടെ ശക്തി അവർക്ക് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു.
അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. അവ വിശ്വസ്തയോടും നീതിയോടും കൂടി അനുഷ്ഠിക്കപ്പെടുന്നു. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു. തന്റെ നിയമത്തെ എന്നേക്കും കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യം മുതൽ എന്നേക്കും എപ്പോഴും തന്നെ. രണ്ടാം പാഠം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം, 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Second lesson is taken from 2 Timothy chapter 2 verses 1 to 13. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള ദൈവവചനം കേൾപ്പിൻ. എൻ്റെ മകനെ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനം ഇല്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഇവിടെ വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നാം വായിച്ചു കേട്ടത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവവചന കേൾവിക്ക് നമ്മെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 277-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 277-ാമത് കീർത്തനം ചേർന്ന് പാടിയ ശേഷം ബാംഗ്ലൂർ ജാലഹള്ളി ഇടവകയുടെ വികാരിയായിരിക്കുന്ന ഏറ്റവും സ്നേഹിതനായിരിക്കുന്ന റവറൻ ജെയിൻ അച്ഛൻ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട അച്ഛനെ
ദൈവ വചന ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ആരാധനയ്ക്കായി നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. വചനധ്യാനത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആഴമേറിയ ദർശനങ്ങൾ ഉൾക്കൊള്ളുവാനും അത് പ്രായോഗികമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിക്കണമേ. വിശ്വാസം ആകാശത്തോളം ഉയർത്തിപ്പിടിക്കുവാൻ സ്വർഗീയമായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങളെല്ലാവരും പാത്രമായി തീരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവിൻ്റെ കൃപയിൽ ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളെ പൊതിയണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി മൈസൂർ ഹോളി ട്രിനിറ്റി ദേവാലയത്തിലെ ആരാധനയിൽ ബഹുമാനമുള്ള അച്ഛനോടും ഇടവക കമ്മിറ്റിയോടും വിശ്വാസ സമൂഹത്തോടും ഒപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും വലിയവനായ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരവസരം ഒരുക്കിയ പ്രിയമുള്ള അച്ഛനോടും കമ്മിറ്റിയോടുമുള്ള ദൈവസ്നേഹത്തെ അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ ഇടവക സമൂഹത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു സംഭവത്തോടെ ഇന്നത്തെ വചനധ്യാനം നമുക്ക് ആരംഭിക്കാം. രണ്ടാം ലോകമഹായുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഇന്ത്യൻ പട്ടാളക്കാർ കപ്പലിൽ യാത്ര ചെയ്യുന്നു. ഈ സമയത്ത് ഒരു ജാപ്പനീസ് എയർക്രാഫ്റ്റ് ഈ കപ്പലിൽ ബോംബിടുന്നു. അനേകർ തൽക്ഷണം മരിക്കുകയാണ്. കേവലം 5 പേര് ചെറിയൊരു ലൈഫ് ബോട്ടിൻ്റെ സഹായത്തോടെ രക്ഷപ്പെടുകയാണ്. മണിക്കൂറുകളോളം അവർ കടലിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഈ സമയത്ത് 5 പേരിൽ
ഒരു മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹം വളരെ വേദനയോടെ ദുഃഖത്തോടെ പറഞ്ഞു, ഞാനിതാ ഈ കടലിൽ ആഴ്ന്നിറങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ ശരീരം ഈ സ്രാവുകൾക്ക് ഒരു ആഹാരമാകുവാനായിട്ട് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെടുത്തിയാണ് ഈ വാക്കുകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. തുടർന്ന് അദ്ദേഹം കടലിൽ മുങ്ങിത്താഴുകയാണ്. രണ്ടാമത്തെ വ്യക്തി വളരെ വേദനയോടെ പറഞ്ഞു, ഞാനിതാ മരിക്കുവാനായിട്ട് പോവുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാനായിട്ട് എനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് വിശ്വാസമില്ലാത്ത മനുഷ്യനായി വേദനയോടെ അദ്ദേഹവും അന്ത്യശ്വാസം വലിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ, ഇൻഷുറൻസിൻ്റെ എല്ലാ ഡോക്യുമെൻസും മറ്റ് ഭവനത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം എൻ്റെ കയ്യിലായിപ്പോയി. ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളത്. ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൾക്ക് എന്താണ് സംഭവിക്കുക? കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് പറഞ്ഞ് നിരാശയോടെ കഴിയുകയാണ്. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ്. ശേഷിക്കുന്ന 2 പേര് അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്നവരായി മാറുകയാണ്. അവർ പറഞ്ഞു, നമ്മൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നാം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുക. കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന സമയത്ത് യാതൊരു മരണത്തിൻ്റെ ശക്തിയെ നമ്മെ കീഴടക്കുവാനായിട്ട് കഴിയത്തില്ല. മാത്രമല്ല, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ വിശ്വസിക്കുന്ന ജനത്തിന് ദൈവം തീർച്ചയായും സംരക്ഷണം നൽകും എന്ന് പറഞ്ഞ് അവർ പരസ്പരം ആശ്വസിപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന അനുഭവങ്ങളെ കാണുകയാണ്. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം തീരദേശത്ത് നിന്നൊരു ഹെലികോപ്റ്റർ ഇവരെ കാണുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ തീരത്തെത്തിയ സമയത്ത് അവർ പറയുകയാണ്, ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമാണ് ഞങ്ങൾക്ക് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള സമയം. പക്ഷേ ഈ സമയം ഞങ്ങൾ നിരാശപ്പെട്ടില്ല, ഞങ്ങൾ ഭയപ്പെട്ടില്ല, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഞങ്ങളെ വിടുവിച്ചു. എന്നിട്ട് പറയുകയാണ്, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും ഭയമുണ്ടാകും, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്, വിശ്വസിക്കാത്തവർക്ക് എപ്പോഴും മരണമാണ് സംഭവിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനോടുകൂടെയുള്ള നിത്യമായ ഒരു ജീവിതമാണ് ഉള്ളതെന്ന് പറഞ്ഞ് അവർ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരായിട്ട് മാറുകയാണ്. മഹാത്മാഗാന്ധിജിയുടെ ഒരു ഓട്ടോബയോഗ്രാഫി നമുക്കറിയാം. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആസ് ദ ട്രൂത്ത് ഹാസ് ദ പവേഴ്സ് and can do wonders and miracles in your life, the same way is the faith to can. ജീവിതത്തിൽ സത്യത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ ശക്തിയുണ്ട്, അടയാളങ്ങൾ ചെയ്യുവാൻ കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് വിശ്വാസത്തിനും. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ശക്തമാകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരത്ഭുതമായി ഈ ലോകത്ത് വെളിപ്പെടും. വിശ്വാസത്തെ വൈഫൈയോട് ഉപമിക്കാറുണ്ട്. നമ്മളൊക്കെ വൈഫൈ ഉപയോഗിക്കുന്നവരാണ്. ഫെയ്ത്ത് ഈസ് ലൈക്ക് വൈഫൈ. ഇറ്റ് ഈസ് ഇൻവിസിബിൾ ബട്ട് ഇറ്റ് ഹാസ് ദ പവർ ടു കണക്ട് യു ടു വാട്ട് യു നീഡ്. വൈഫൈയിലെ കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല, അസാധ്യമാണ്. പക്ഷേ അത് ഉള്ളവർക്കൊക്കെ അതിലാവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതമേറെ അനുഗ്രഹമുള്ളതായി മാറുക. അത് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് വലിയ പ്രവാചകനായ മോശയാണ്. മോശ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലൂടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. ഫറവോൻ്റെ ശക്തമായ ഉരുക്കുകോട്ടകളെ തകർക്കുവാൻ, ചെങ്കടലിൻ്റെ തിരമാലകളെ ഭേദിക്കുവാൻ, മരുഭൂമിയിലെ കനൽക്കാറ്റിനെ അതിജീവിക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് മോശ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. വിശ്വാസത്തിൻ്റെ നിറവ് സമഗ്രമായ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് കാരണമായി തീരുകയാണ്.
ഇന്നത്തെ ധ്യാന വിഷയം വിശ്വാസത്തിൻ്റെ 2 തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നോയിങ് ഫെയ്ത്ത് ആൻഡ് ഡൂയിങ് ഫെയ്ത്ത്. അതായത് വിശ്വാസത്തിൻ്റെ പരിജ്ഞാനം, 2 വിശ്വാസത്തിൻ്റെ പ്രായോഗികത. വിശ്വാസത്തിൽ പരിജ്ഞാനമുള്ളവരാണ് നമ്മൾ, ദൈവശാസ്ത്രപരമായി അറിവുള്ളവരാണ് നമ്മൾ. എന്നാൽ ഈ ദൈവശാസ്ത്രപരമായ അറിവുകൾ, വിശ്വാസത്തിൻ്റെ പരിജ്ഞാനം പ്രായോഗികതയിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ, സമൂഹത്തിൻ്റെ രൂപാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ വിശ്വാസം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. ഇന്നത്തെ ധ്യാന വിഷയം പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യം മാത്രമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ദൈവജനത്തിൻ്റെ വിമോചന പ്രക്രിയ മോശയെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. മോശയിൽ നിന്ന് 3 കാര്യങ്ങൾ മാത്രം, വിശ്വാസ സംബന്ധമായ 3 കാര്യങ്ങൾ മാത്രം ഈ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇവിടെ നമ്മൾ മോശയിൽ കാണുന്ന പ്രധാന കാര്യം, 1, മോശ ഒരു സമർപ്പിതമായ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. മോശയുടെ ഫെയ്ത്തിന് ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. സമർപ്പിതമായ വിശ്വാസമായിരുന്നു മോശയുടേത്. ക്രിസ്ത്യൻ ട്രഡീഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് മോശ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഏകദേശം 40 വർഷക്കാലമാണ് ജീവിക്കുന്നത്. അതായത് ഒരു അടിമയായിട്ടല്ല മോശ ജീവിക്കുന്നത്, ഒരു രാജകുമാരനായിട്ടാണ് മോശ ജീവിക്കുന്നത്. ഒരു ദരിദ്രനായിട്ടല്ല ജീവിക്കുന്നത്, ഒരു സമ്പന്നനായിട്ടാണ് മോശ ജീവിക്കുന്നത്. ഒരു നോർമൽ ലൈഫല്ല മോശയുടേത്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഒരു ലക്ഷറിയസ് ലൈഫാണ് മോശയുടെ ജീവിതം. ഒരു ആവറേജ് എഡ്യൂക്കേഷൻ അല്ല മോശയ്ക്ക് ഉണ്ടാകുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ കാണുന്നത് മോശ റിലീജിയസ്, സിവിൽ ആൻഡ് മിലിറ്ററി, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഹൈടെക് വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നു മോശ. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ മോശയ്ക്കുണ്ട്. പക്ഷേ ഈ എല്ലാ സാധ്യതകളും, ഒരുപക്ഷെ രാജാവായി മാറാനുള്ള സാധ്യതകൾ വരെ മോശയുടെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ ഈ സാധ്യതകളൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് മിദ്യാനിലേക്ക് മോശ തിരിക്കുന്നത്. അവിടെ 40 വർഷം മോശ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മോശയുടെ തൊഴിൽ ആട്ടിടയനായിട്ടുള്ള തൊഴിലാണ്. മിദ്യാനിൽ കൊട്ടാരങ്ങളില്ല, പൂന്തോട്ടങ്ങളില്ല, സേവകരില്ല, വിഭവസമൃദ്ധമായ വിരുന്നുകളില്ല. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി തനിക്ക് ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും മോശ ഉപേക്ഷിക്കുകയും ആ പദ്ധതികൾക്കായിട്ട് തൻ്റെ വിശ്വാസത്തെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മോശയാണ് നമ്മൾ കാണുന്നത്. ഈ മരുഭൂമിയിൽ ഭയാനതകൾ മാത്രമാണുള്ളത്. ഈ മരുഭൂമിയിൽ എപ്പോഴും ഏകാന്തതകൾ മാത്രമാണുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായിട്ട് എല്ലാം ഏറ്റെടുക്കുന്ന, ഏകാന്തതകളെ ഏറ്റെടുക്കുന്ന ഒരു മോശയെ ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ്. വിശ്വാസം എന്നത് സുരക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് അരക്ഷിതമായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും വിശ്വാസം എന്നത് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ വസിക്കുവാനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന്. അതല്ല, സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിന്ന് അരക്ഷിതമായ സാഹചര്യങ്ങളിലേക്കുള്ള ഒരു എടുത്തുചാട്ടമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇവിടെ സ്വാർത്ഥതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മാത്രമാണ് ഇവിടെ ഏറ്റവും വിലയുള്ളത്. സമൃദ്ധമായ സാധ്യതകളുള്ള ഒരു ക്രൈസ്തവ സമൂഹമാണ് ജസ്യൂട്ട് സമൂഹം. എന്നാൽ ആ സമൂഹത്തിൻ്റെ എല്ലാ സാധ്യതകളെയും സമൃദ്ധികളെയും അതിജീവിച്ച് ആ വലിയ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വനാന്തരങ്ങളിലെ ആദിവാസികളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എടുത്തു ചാടിയ ഒരു വിശ്വാസമായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയുടേത്. കാരണം ഇതാണ് മോശയെ പോലെയുള്ള വിശ്വാസം. അതായത് തൻ്റെ നിലനിൽപ്പല്ല, മറിച്ച് സമൂഹത്തിൻ്റെ ഉന്നമനമാണ്, സമൂഹത്തിൻ്റെ പരിവർത്തനമാണ് വിശ്വാസം എന്ന കാഴ്ചപ്പാട് ദൈവം ഇവിടെ നൽകുകയാണ്. സ്റ്റാൻ സ്വാമിയെ പോലെയുള്ളവരെ നമുക്കില്ലാതാക്കാം, പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ദൈവികമായ മൂല്യങ്ങളെ നമുക്ക് നല്ല ഒരു ശക്തിക്കും തകർക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ശക്തിക്കും സാധ്യമല്ല. അത് വചനത്തിൻ്റെ നിറവിൽ, അത് കാലസമ്പൂർണതയിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
വചനത്തിൽ എടുത്തു പറയുന്നുണ്ട്. മോശ 40 വർഷമാണ് കൊട്ടാരത്തിൽ ജീവിക്കുന്നത്. എന്നാൽ ഈ 40 വർഷം കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മോശ ആട്ടിടയനായി മാറുന്നു. പക്ഷേ സ്വന്തമായി ഒരാട് പോലും മോശയ്ക്കുണ്ടാകുന്നില്ല. ജിത്രോ പുരോഹിതൻ്റെ ആടുകളെയാണ് മോശ മേയിച്ചുകൊണ്ട് നടക്കുന്നത്. സ്വന്തമായി മോശയുടെ കയ്യിലുള്ളത് ഒരാശയം മാത്രമാണ്. വിശ്വാസത്തിലൂടെ വിമോചനമെന്ന ഒരു ആശയം മാത്രമാണ് മോശയുടെ കയ്യിലുള്ള ആയുധം. വിശ്വാസത്തിലൂടെ വിമോചനം നടത്തുകയെന്ന ആശയവുമായിട്ടാണ് മോശ കൊട്ടാരം വിടുന്നത്, മിദ്യാനിയിലെ മരുഭൂമിയിൽ അലയുന്നത്. പക്ഷേ ആ ആശയത്തെ ദൈവം സ്വീകരിക്കുകയും ആശയം നിവർത്തിക്കുവാനായിട്ട് ദൈവം മോശയെ നിയോഗിക്കുകയും ചെയ്യുകയാണ്. എന്തും വിശ്വസിക്കുന്നവരുടെ പേരല്ല വിശ്വാസി. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അന്ധമായി പോലും വിശ്വസിക്കുന്നവരാണ് വിശ്വാസി എന്ന് ചിന്തിക്കും. പക്ഷേ അടിമയ്ക്കും അശരണർക്കും അനന്തതയിലേക്ക് പറക്കുവാൻ ചിറക് നൽകുന്നവൻ്റെ പേരാണ് വിശ്വാസി. അശരണർക്കും അതുപോലെ തന്നെ അടിമയ്ക്കും അനന്തതയിലേക്ക് പറക്കുവാൻ ചിറകു നൽകുന്ന ഒരു വ്യക്തിയുടെ പേരാണ് വിശ്വാസി. അതാണ് മോശയുടെ വിശ്വാസ സമർപ്പണത്തിൻ്റെ മാതൃക നമ്മൾ കണ്ടുമുട്ടുന്നത്. ഇർവിൻ സ്റ്റോൺ പറയുന്നുണ്ട്, ടാലൻറ്റ് ഈസ് ചീപ്പ്, ഡെഡിക്കേഷൻ ഈസ് എക്സ്പെൻസീവ്, ഇറ്റ് വിൽ കോസ്റ്റ് യുവർ ലൈഫ്. അതായത് ഒരു സമർപ്പണം എന്ന് പറയുന്നതിന് വിലമതിക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. വിശ്വാസ സമർപ്പണത്തിന് വിലമതിക്കുവാനായിട്ട് കഴിയത്തില്ല. അത് ഒരുപക്ഷെ ജീവനേക്കാൾ ജീവിതത്തെക്കാൾ മൂല്യമുള്ളതാണ്. അത് മോശ തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് മോശയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പ്രവർത്തനനിരതമായ വിശ്വാസമാണ്. എപ്പോഴും മോശ ആക്റ്റീവായിരുന്നു മോശയുടെ വിശ്വാസത്തിൽ. 3-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, നൗ മോസസ് വാസ് ടെൻഡിങ് ദ ഫ്ലോക്ക് ഓഫ് ജെത്രോ ഹിസ് ഫാദർ ഇൻ ലോ ദ പ്രീസ്റ്റ് ഓഫ് മിഡിയൻ. അതായത് മോശ തൻ്റെ അമ്മായപ്പൻ്റെ ആടുകളെ മേയ്ക്കുകയാണ്. മിദ്യാനിൽ മേയ്ക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. മോശ അലസനായി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ദൈവം മോശയെ നോക്കുമ്പോഴെല്ലാം മോശ പ്രവർത്തനനിരതനായിരുന്നു, വളരെ ആക്റ്റീവായിരുന്നു മോശ. മോശയുടെ ജീവിതത്തിലും പ്രവർത്തനനിരതമായ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ കാണുന്നത്. ദൈവം ആരെയെല്ലാം തൻ്റെ പദ്ധതികൾക്കായിട്ട് വിളിക്കുന്നുവോ ദൈവമാണ് അവരുടെ യോഗ്യത കണക്കാക്കുന്നത്. നമ്മൾ പലപ്പോഴും യോഗ്യത കണക്കാക്കുന്നവരായി മാറാറുണ്ട്. എന്നാൽ ദൈവമാണ് ഒരു വ്യക്തി ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് യോഗ്യരാണോ എന്ന് തിരിച്ചറിയുന്നത്. മാത്രമല്ല പ്രവർത്തന നിരതരായിട്ടുള്ള ആളുകളെയാണ് ദൈവം എപ്പോഴും തൻ്റെ പദ്ധതികൾക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ ആബേലിനെ കാണുന്നുണ്ട്. ആട്ടിടയനായിരുന്നു, പ്രവർത്തന നിരതനായിരുന്നു. കൈയിൻ്റെ ആടുകളെ ആബേൽ മേയ്ക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 36-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യാക്കോബിനെ നമ്മൾ കാണുന്നു ആട്ടിടയനായിട്ട് മാറുന്നു, ലാബാൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ തൻ്റെ അപ്പനായ പിതാവിൻ്റെ ആടുകളെ മേയിക്കുന്ന ദാവീദിനെ നമ്മൾ കാണുകയാണ്. ഇവിടെയെല്ലാം ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിന് കാരണം ദൈവം അവരെ നോക്കുമ്പോൾ അവർ അലസരായിരിക്കുന്നവരല്ല, അവരെപ്പോഴും പ്രവർത്തിക്കുന്നവരായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തനനിരതരായവരെയാണ്. പ്രയാസങ്ങളുണ്ടാകും, പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകും, പക്ഷേ പ്രവർത്തനനിരതരായവരെ, കർമ്മനിരതരായവരെ ദൈവം എപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നു, കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് കുറേ പേരെ ചേർക്കുന്നുണ്ട്, അല്ലേ? മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ഭാഗത്ത് അവിടെ നമ്മൾ കാണുന്ന അലസരായിട്ടുള്ളവരെയല്ല കാണുന്നത്. മറിച്ച് കർത്താവ് നോക്കുന്ന സമയത്ത് ശിഷ്യന്മാർ മീൻ പിടിക്കുന്നവരായിരുന്നു, വല നന്നാക്കുന്നവരായിരുന്നു, വലയെറിയുന്നവരായിരുന്നു. മാത്രമല്ല പാരൻസിനോട് കമ്മിറ്റ്മെൻറ്റുള്ള ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന പ്രവർത്തനനിരതരായവരെയാണ് കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളാക്കുന്നത്. ദൈവം എപ്പോഴും നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എപ്പോഴും പ്രവർത്തനനിരതരായിരിക്കാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യം. മോശയുടെ തൊഴിലെന്ന് പറയുന്നത് ഒരാട്ടിടയന, ഒരു ചെറിയ പണിയാണ്. പക്ഷെ ആ തൊഴിലിൽ മോശ സംതൃപ്തനായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ പ്രാധാന്യമുള്ള പദവികളുള്ള തൊഴിലൊന്നുമല്ല, പക്ഷെ ആ ചെറിയ തൊഴിലാണെങ്കിൽ പോലും മോശ അതിൽ സംതൃപ്തനായിരുന്നു. ഏത് സ്ഥാനങ്ങളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നവർ, ഏത് സാഹചര്യങ്ങളിലാണ് നമ്മളായിരിക്കുന്നത്, അവിടെ പദവികളല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് നമ്മൾ ഓർക്കണം, നമുക്ക്
ആ തൊഴിലിനോട് ചെയ്യാനുള്ള സന്നദ്ധതയും അതിനോടുള്ള ഡെഡിക്കേഷനും, അതുമാത്രമല്ല പ്രവർത്തന നിരതരായി തീരുവാനുള്ള അതിലുള്ള സാറ്റിസ്ഫാക്ഷനൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ച വ്യക്തിയാണല്ലോ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന് വളരെ പരീക്ഷണങ്ങളൊക്കെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ പോയിട്ടുള്ള മനുഷ്യനാണ്. ചിലതിൽ വിജയങ്ങളുണ്ടാകാം, ചിലതിൽ തോൽവികളുണ്ടാകാം, ചിലത് തെറ്റിപ്പോകാം, ചിലത് ഏറെക്കുറെ ശരിയായി തീരാം. അങ്ങനെ അദ്ദേഹം ലൈറ്റ് ബൾബ് കണ്ടുപിടിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways won't work. അതായത് ഞാനെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, ഈ 10,000 വഴികളിലൂടെ സഞ്ചരിച്ചാൽ എനിക്കൊരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടെത്തലുകളാണ് ഞാൻ നടത്തിയത്. അതായത് എൻ്റെ കണ്ടെത്തലുകളിലൂടെ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു, ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എനിക്ക് എവിടെയെല്ലാം വിജയം നേടാൻ കഴിയുമെന്നുള്ള ഒരു പുതിയ കണ്ടെത്തൽ ഞാൻ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, മോശയെപ്പോലെ പ്രവർത്തന നിരതരായി പരിശ്രമിക്കുന്നവരായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ഒരു വെളിച്ചമായി, ഒരു ലൈറ്റ് ബൾബായിട്ട് മാറുവാൻ, ഒരു വെളിച്ചമായി സമൂഹത്തിന് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് കഴിയും. അത് മോശ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് മോശയുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ദൈവോന്മുഖമായ വിശ്വാസമാണ്. ഒരു ഡിവൈൻ ഫെയ്ത്ത് മോശയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മോശയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഈ ആടുകളെ മോശ ഹൊരേബ് പർവ്വതം വരെ, ദൈവത്തിൻ്റെ പർവ്വതം വരെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ആട്ടിടയന്മാർക്ക് രക്ഷകൻ്റെ തിരുപ്പിറവിയെക്കുറിച്ചുള്ള അറിവ് ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 2-ാം അധ്യായത്തിൽ. ഇവിടെ 3-ാം അധ്യായത്തിൽ മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവം വെളിപ്പെടുത്തുന്നത് അവരുടെ പ്രവർത്തന മേഖലകളിൽ സജീവത നിലനിർത്തിയവരെ മാത്രമല്ല, ആർക്കൊക്കെയാണ് ദൈവത്തെ കാണുവാനായിട്ട് ആഗ്രഹിച്ചവർ, ആരൊക്കെയാണ് ദൈവത്തിലേക്ക് സഞ്ചരിച്ചവർ, അവർക്ക് മാത്രമാണ് ദൈവം അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഈ കാലങ്ങളിൽ ദൈവത്തെ കാണണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിലേക്ക് സഞ്ചരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ധ്യാനിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരും. ഇവിടെ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് കത്തുന്ന മുൾപ്പടർപ്പിലാണ്. ഈ മുൾപ്പടർപ്പിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് വെന്തു പോകുന്നില്ല, അതിൻ്റെ ഇലകൾ ഒരിക്കലും വാടിപ്പോകുന്നില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകും, വെന്തുപോകുന്ന അനുഭവങ്ങളുണ്ടാകും, പക്ഷേ ഒരു പച്ചപ്പ് ദൈവം എപ്പോഴും അവിടെ നിലനിർത്തും. കത്തിക്കരിഞ്ഞു പോകുവാൻ ദൈവം അവരെ അനുവദിക്കില്ല. കാരണം ദൈവം അവരെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വഴിയരികിലൊക്കെ പോകുമ്പോൾ ഉണങ്ങിയ മരക്കഷ്ണങ്ങളിൽ ചില ചെടികളെല്ലാം നാമ്പിടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചില മുളകൾ പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ചില പച്ചപ്പ് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ദൈവം. അസ്തമിച്ചു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും പല സാഹചര്യങ്ങളും അസ്തമിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിൽ നിന്ന് ദൈവത്തിന് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും. കാരണം ദൈവം മരുഭൂമിയിൽ നീരുറവ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ദൈവത്തെ സങ്കടപ്പെടുത്തിയ വലിയൊരു കാര്യമാണ് ഇവിടെ മോശയോട് ദൈവം പറയുന്നത്. എന്താണ് സങ്കടപ്പെടുത്തിയ കാര്യം? തൻ്റെ ജനത്തിൻ്റെ കണ്ണുനീര്, തൻ്റെ ജനത്തിൻ്റെ കഷ്ടത, തൻ്റെ ജനത്തിൻ്റെ സഹനങ്ങൾ മോശയോട് ദൈവം പങ്കുവയ്ക്കുകയാണ്. കാരണം ദൈവം പങ്കുവയ്ക്കുകയാണ് മോശയോട്. കാരണം മോശയിലൂടെ ഈ ജനത്തിൻ്റെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടണം. ഇവരുടെ നിലവിളിക്ക് ഒരു അന്ത്യമുണ്ടാകണം. അവർക്ക് അനുഗ്രഹമുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള ദേശം ഈ ജനത്തിന് ആവശ്യമാണ് എന്ന് ദൈവം തിരിച്ചറിഞ്ഞ് ആ പദ്ധതിക്കായിട്ട് ദൈവം മോശയെ നിയോഗിക്കുകയാണ്. മനുഷ്യരുടെ വേദനകളിൽ, മനുഷ്യൻ്റെ കണ്ണുനീരിൽ, മനുഷ്യൻ്റെ സഹനങ്ങളിൽ ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം അതാണ്. മനുഷ്യൻ്റെ കണ്ണുനീരും വേദനയും ദൈവത്തിൻ്റെ വേദനകളായി മാറുകയാണ്. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കെവിടെയും കണ്ടെത്താനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം മിഷണറീസ് ഓഫ് ചാരിറ്റി, മദർ തെരേസയുടെ ഒരു ആശ്രമമുണ്ട് ബാംഗ്ലൂർ. അവിടെ ഞാൻ ചെന്ന സമയത്ത് ഒഡീഷയിലെ സിസ്റ്റർ, എനിക്ക് പരിചിതമായ ഒരു സിസ്റ്റർ, ആ സിസ്റ്റർ പറയുകയാണ്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന അമ്മ, ഞാൻ അറിയും അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും ഈ അമ്മയെ നോക്കാനായിട്ട് കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം ആ അമ്മ മാറ്റപ്പെടുകയാണ്. സ്നേഹം കിട്ടാതെ, വിശ്വാസമുണ്ട്, എല്ലാവരും വളരെ വിശ്വസിക്കുന്നവരാണ്, വിശ്വാസികളാണ്, ആരാധനയിൽ സംബന്ധിക്കുന്നവരാണ്. പക്ഷേ ആ വിശ്വാസം പ്രതിഫലിപ്പിക്കുവാൻ, ആ വിശ്വാസം സ്നേഹമായി മാറ്റുവാൻ കഴിയാതെ പോയി അവർക്ക്.
അമ്മ ലോകത്തു നിന്ന് മാറ്റപ്പെടുകയാണ്. ഇന്ന് ഈ സ്നേഹമില്ലാതെ, സഹായമില്ലാതെ എത്ര പേര് നമ്മുടെ ചുറ്റുപാടും താമസിക്കുന്നവരുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഭക്ഷണമില്ലാതെ, പഠിക്കുവാൻ ഫീസില്ലാതെ, അതുപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കിട്ടിയാൽ പഠിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരുടെ കണ്ണുനീരും അവരുടെ വേദനകളൊക്കെ കാണുവാനായിട്ട് നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ പദ്ധതികളിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവിലയിലെ തെരേസ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിന് കരുണയോടെ മറ്റുള്ളവരെ നോക്കിക്കാണാനുള്ള കണ്ണുകളാണ്. നിങ്ങളുടെ പാദങ്ങൾ ക്രിസ്തുവിന് വേണം, കാരണം ക്രിസ്തുവിന് നിങ്ങളിലൂടെ നന്മ ചെയ്യുവാൻ സഞ്ചരിക്കണം. നിങ്ങളുടെ കരങ്ങൾ ക്രിസ്തുവിന് വേണം, കാരണം നിങ്ങളുടെ കരങ്ങൾ ഈ ലോകത്തെ അനുഗ്രഹിക്കുവാനുള്ളതാണ്. കാരണം ക്രിസ്തുവിന് ശരീരമില്ല, ക്രിസ്തുവിൻ്റെ ശരീരമായി നിങ്ങൾ ഓരോരുത്തരും മാറണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആ വലിയ ജീവിതാനുഭവങ്ങളെ ഒപ്പിയെടുത്ത് ക്രിസ്തു ചെയ്ത ശുശ്രൂഷകളെ നമ്മുടെ ശരീരത്തിലൂടെ പൗലോസ്ലീഹ പറയുന്നത് പോലെ പൂരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയുക, ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുക? അപ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന് വലിയ അർത്ഥമുണ്ടാകുന്നത്. ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്, വിശ്വസിക്കാൻ മാത്രമല്ല, ദൈവത്തിൻ്റെ പദ്ധതികളിൽ പങ്കാളിത്തം വഹിക്കുന്നതിനാണ്. അവിടുത്തെ വിമോചന പ്രക്രിയയിലെ ഭാഗമായി തീരുവാനാണ് ദൈവത്തിന് നമുക്ക് ഓരോരുത്തരെ ആവശ്യമുള്ളത്. റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന ഒരു സംഭവം ഞാൻ പങ്കുവെക്കട്ടെ. എമിലി ഗ്രേസ് എന്ന് പറയുന്ന ഒരു 3 വയസ്സുള്ള കുട്ടി, അവൾ തീരെ സുഖമില്ലാതാകുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. പക്ഷേ നാളുകൾക്ക് ശേഷം, ഏകദേശം 70 ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചറിയുകയാണ് ആ കുട്ടിക്ക് ക്യാൻസറാണ്, 4ാമത്തെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ആ അമ്മ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവമേ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇത് ഏറ്റവും വലിയ സഹനം, ഇനി ഇതിൽ കൂടുതൽ വലിയ സഹനങ്ങൾ നീ എനിക്ക് തരരുതേ എന്ന് കണ്ണുനീരോടെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ. എന്നാൽ അവളുടെ വിശ്വാസത്തിന് ദൈവം പ്രതിഫലം കൊടുക്കുകയാണ്. 3 വയസ്സ് കഴിഞ്ഞ് ഇന്ന് ഏകദേശം 11 വയസ്സ് ആ കുട്ടിക്കായി. ഇന്ന് ആരോഗ്യത്തോടെ നടക്കുകയാണ്. അമ്മ പറയുകയാണ്, എൻ്റെ വിശ്വാസം എൻ്റെ കുഞ്ഞിന് അത്ഭുതമായി മാറിയിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ പേരല്ല വിളിക്കുന്നത്, മിറാക്കിൾ കിഡ് എന്നാണ് ആ കുഞ്ഞിനെ വിളിക്കുന്നത്. നമ്മുടെ വിശ്വാസം എപ്പോഴും അത്ഭുതമായി മാറും. മോശയുടെ വിശ്വാസത്തിന് ഇസ്രായേൽ ജനത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി തീർന്നെങ്കിൽ, അതിനടിത്തറ പാകുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം ഒരു കടുകുമണിയോളം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി, വലിയ പരിവർത്തനങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. വിശ്വാസത്തിൽ വേരൂന്നി അതിൻ്റെ പ്രായോഗികത ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമ്മെല്ലാവരെയും ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഞങ്ങളെപ്പോഴും വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവരാ. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളും മറ്റെല്ലാം മറന്ന് ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണെന്ന ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളൊക്കെ സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ വസിക്കുന്നവരാ. എന്നാൽ അരക്ഷിതമായ സാഹചര്യങ്ങളിൽ എത്തിച്ചേരുവാനും കർത്താവെ അവയെ കൈപിടിച്ചുയർത്തുവാനുമുള്ള വരങ്ങളെ മോശയെപ്പോലെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒത്തിരി സങ്കടപ്പെടുന്നു. ആ സങ്കടങ്ങളെ ഞങ്ങളും ചേർത്ത് പിടിക്കുന്നു. തിരുസഭ മുഴുവനെയും അനുഗ്രഹിക്കണമേ. ക്രിസ്തു മൂലം താഴ്മയായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദയ തോന്നി കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയയിൽ ഉത്പാദിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പീലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം മരിച്ച് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യ ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ.
കഴിഞ്ഞ ആഴ്ചയിൽ ജന്മനാൾ കൊണ്ടാടിയത് മിസ്സിസ് വിഞ്ചു. ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മകൾക്ക് സഭയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥന നിർഭരമായിരിക്കുന്ന ആശംസകളും ഭാവങ്ങളും നേരുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും കൃപയുടെയും വർഷമായി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട മകളെ ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറയായിട്ട് ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ കോട്ടയും ആയിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറെ വിശുദ്ധ ദിവസത്തിന്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട മകളെ അവിടുത്തെ പൊന്നുപാദപീഠത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മകളെ അവിടുന്ന് ക്ഷേമകരമായിട്ടും അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടും നടത്തിയ എല്ലാ നല്ല വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. യഹോവ നല്ലവനായിട്ടും വല്ലഭനായിട്ടും അവിടുന്ന് പ്രിയപ്പെട്ട മകളോട് കൂടിയിരുന്ന് പുതിയ വർഷത്തിൽ പുതുവർഷത്തിന്റെ നന്മകളും കൃപകളും അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മകളെ സഹായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ പൊതിയണം, ആത്മാവിൽ ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും എടുക്കണം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനകൾക്കായിട്ട് തുടർന്ന് നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാടുകൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ, ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ പുത്രനിൽ കൂടെ സാധാരണക്കാരായ ജനങ്ങളെ അങ്ങയുടെ വിശ്വസ്ത വേലക്കാരായി വിളിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്കായി സമർപ്പിക്കുന്നു. ലൗകിക ജീവിതത്തിന്റെ പ്രേരണകളെ തരണം ചെയ്യുവാനും നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുവാനും ജീവിതം അനുഗ്രഹകരമായി തരുവാനും വേദശാസ്ത്ര പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കണമേ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെയുള്ള സാക്ഷ്യ ജീവിതം നയിക്കുവാനും അങ്ങയോട് വിധേയത്വം പുലർത്തുവാനും എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സഹായിക്കണമേ. അതിനായി അങ്ങയുടെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അതിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക സത്യങ്ങളെ അവർ കണ്ടെത്തുവാനും പരിശുദ്ധാത്മമുഖാന്തരം അവരെ സഹായിക്കണമേ. വേദപഠനത്തിൽ അഭ്യസിക്കപ്പെടുന്നവർ നേർവഴിയിൽ നയിക്കപ്പെടുവാനുള്ള പ്രേരണ അവർക്ക് നൽകുമാറാകണമേ. ദൈവിക ശാസ്ത്ര പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരെ അഭ്യസിപ്പിക്കുന്ന അധ്യാപകരും അങ്ങയുടെ പരിജ്ഞാനത്താൽ നിറയപ്പെടുവാനും തന്മൂലം ഈ ലോകത്തിന് ദൈവിക സത്യവും നീതിയും ന്യായവും നിലനിർത്തപ്പെടുവാൻ അവർ കാരണമായി തീരുമാറാകണമെന്ന് അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകസത്യദൈവമായി കാലാവസാനം കൂടാ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നിന്നല്ല വരുന്നത്. നിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടപ്പാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടെ ഞങ്ങളുടെ കാലം കഴിപ്പാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോധൽ മൂലം നിന്റെ അടിയാരായി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങളെ വർദ്ധിപ്പിച്ച്
സകല നന്മ കൊണ്ട് ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആത്മീയ ഗാനങ്ങളിൽ 221 ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആത്മീയ ഗാനങ്ങളിൽ 221 ഗാനം നമുക്ക് ചേർന്ന് പാടാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, ഞങ്ങളുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുന്നവരായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഒരിക്കൽ കൂടെ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കുന്ന ദൈവം ഒരുക്കിയ ആയുസ്സിനായിട്ടും ആരോഗ്യത്തിനായിട്ടും നന്ദിയോടുകൂടെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളോടൊപ്പം പ്രഭാതങ്ങൾ അനേകര് ലോകത്തോട് മൺമറിഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദൈവത്തിന്റെ നന്മ കാണുവാൻ, ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനായിട്ട് അവിടെ ഞങ്ങളെ ജീവനോടുകൂടെ നിലനിർത്തിയതിനായിട്ട് അവിടെ നന്ദിയോടുകൂടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ തന്നെ അവിടുത്തെ പൊന്നുപാദപീഠത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഇടവകയിലെല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കണം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി പാതകവണം. അവിടെ എല്ലാവരുടെ സഹായം പ്രാർത്ഥിക്കുന്നു. ഈ ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയും നെടുവീർപ്പുകളുടെയും മധ്യത്തിൽ ജീവനുള്ള ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങനെ തിരുമുഖത്തേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവിടെ എല്ലാ കുടുംബങ്ങളെയും സഹായം പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിരിക്കാൻ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്
എല്ലാ കാലങ്ങളും പ്രഖ്യാപിക്കാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് വഴി നടത്തി പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീ സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ സംഘടനകൾക്കും നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അംഗങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും എല്ലാ സംഘടനകളെയും ദൈവ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വിശ്വസതയോടുകൂടെ നിറവേറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെ അവിടെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായിരിക്കുന്ന ക്ഷീണതകൾ അനുഭവിക്കുന്ന, അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന, ഭാരങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള വലിയ വാഗ്ദത്തത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, വാർദ്ധക്യത്തിൽ തളർന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടെ എല്ലാവരെയും സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ കർത്താവേ, വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ, കടഭാരങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരുണ്ട് കർത്താവേ, ഉപജീവന മാർഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്ത പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ, സ്വന്തമായിട്ട് ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് കർത്താവേ, കുടുംബജീവിതങ്ങളിൽ കർത്താവേ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അനേക കുടുംബങ്ങളുണ്ട്. അവിടുന്ന് എല്ലാവരെയും അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. എന്റെ സ്വർഗത്തിലെ തമ്പുരാൻ നിന്റെ മക്കളുടെ പ്രാർത്ഥനകളും നിന്റെ മക്കളുടെ നിലവിളിയും ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ, തക്ക സമയത്ത് സ്വർഗത്തിന്റെ കിളിവാളെ തുറന്ന് മതി എന്ന് പറയുവോളം സമൃദ്ധിയായിട്ട് അമർത്തി കൊലുകി കർത്താവ് അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് കർത്താവേ, കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുക കർത്താവേ. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായി, നേഴ്സുമാർക്കായിട്ട്, ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട്, ലാബ് ടെക്നീഷ്യന്മാർക്കായിട്ട്, വാക്സിന്റെ പിന്നിൽ അധ്വാനിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചെറുതും വലുതുമായിരിക്കുന്ന ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ മക്കളിലൂടെ ദൈവത്തിന്റെ അദൃശ്യമേറെ കരം വെളിപ്പെടുവാൻ ലോകത്തിന് ദേശത്തിന് സൗഖ്യവും വിടുതലും അയച്ച കർത്താവേ, ഈ വലിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണം കർത്താവേ. ഞങ്ങളുടെ നിലവിളി സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ ദേശത്തിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യവും വിടുതലും ഉണ്ടാകുമല്ലോ കർത്താവേ. അവിടുത്തെ പൂർണ്ണമായിരിക്കുന്ന വിടുതൽ അനുഭവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന മഹാടവയ്ക്കായിട്ട്, മഹാടവയിലെ അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായി, മിഷണറിമാർക്കായി, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, മഹാടവയ്ക്ക് നൽകുന്ന അഭ്യന്തര തിരുമേനിക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവകയെ ഭരിച്ചു വഴി നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന നന്മകൾ കൊണ്ട്, കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ദൈവാത്മാന ഫലപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. മഹാടവക ഓഫീസ് ബേരേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവയെ ഏറ്റവും അനുഗ്രഹപൂർവ്വമായി നയിപ്പാൻ തക്കവണ്ണം അവിടുന്ന് പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ദിവസിക്കുന്ന ദേശത്തിനായി, രാഷ്ട്രത്തിനായി, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. യഹോവ രാജാതി രാജാവായിട്ട് അവിടുന്ന് വാഴണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയമായിരിക്കുന്ന, ഭൗതികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവേ, അവിടുന്ന് എല്ലാ ആവശ്യങ്ങളെ അറിഞ്ഞ് മാനിക്കാൻ പ്രാർത്ഥിക്കുന്നു. ദേശത്ത് കർത്താവേ, സഭ ശോഭിക്കുന്ന വിളക്കായി തീരുവാൻ, അനേകർക്ക് വിടുതലിന്റെ മുഖാന്തരമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ജയോത്സവമായിട്ട് വഴിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, ഞങ്ങളുടെ നിലവിളി വളരെ ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവേ, തക്ക സമയത്ത് മറുപടി നൽകി ഞങ്ങളെ ജയോത്സവമായിട്ട് വഴി നടത്തണം. കൃപയും ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. സകലവിധമായ നന്മകളാൽ കൃപകളാലും നിറയ്ക്കണം. കൃപയും ഞങ്ങളെ പൊതിയണം. സകല മാനവും മഹത്വവും എടുക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരായി തീരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും
ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയ മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത വിലമതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകല കരുണകളെ കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നെ കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു എന്ന് കണ്ടറിവാനും അവയെ വിശ്വസതയോടെ നിവർത്തിപ്പാൻ അവർ കൃപയും ശക്തിയും ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം കൃപ അരുളേണമേ. ആമേൻ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ ആശീർവാദത്തെ സ്വീകരിപ്പിൻ. നമ്മേം സകല ലോകത്തെ ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മേം സകല മനുഷ്യജാതിയെ വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മേം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സകലരെ ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിനും സർവമഹത്വം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും കൂട്ടായ്മയും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സഭയെ അറിയിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ: ദേശത്തിന്റെ നാനായിടങ്ങളിലായിരുന്നു കൊണ്ട് ഈ വിശുദ്ധാരാധന പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആരാധന പങ്കാളികളായി തീർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ഏറ്റവും സ്നേഹാധീനനായിരിക്കുന്ന റവറൻ ജയനച്ചനോടുള്ള നിസ്സീമമായിരിക്കുന്ന നന്ദിയും കടപ്പാടും ഇടവകയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം തമ്പുരാൻ സമൃദ്ധിയായിട്ട് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ സ്തോത്ര വഴിപാടുകൾ, ജന്മനാൾ സ്തോത്രം, വിവാഹ വാർഷിക സ്തോത്രം, ദശാംശം എന്നിവ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് പോലെ ഒരംശം മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ കെട്ടുപണിക്കായിട്ട് നൽകണമേ എന്ന് ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളാൽ കഴിയുന്നത് പോലെ സഭയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ആരാധനയുടെ അവസാനമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 210 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 210 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. വിഷാദിക്കുന്നതെന്തിനാ
നിങ്ങളുടെ ആത്മാവോടുകൂടെ നമുക്ക് സമാധാനത്തോടുകൂടെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.